നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജനുവരി 11 മുതൽ 17 വരെയുള്ള ആഴ്ചഫലമാണ്. ഈ കാലയളവിലെ ജ്യോതിഷപരമായ മാറ്റങ്ങളെയും അവ വ്യക്തിജീവിതത്തിലും ആഗോളതലത്തിലും ചെലുത്തുന്ന സ്വാധീനങ്ങളെയും കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള വിശകലനമാണ്. നമ്മൾ 2026 ജനുവരിയിലെ 2ാമത്തെ വാരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ജ്യോതിഷപരമായി നോക്കിയാൽ ഇത് അത്യന്തം നിർണായകമായ ഒരു സമയമാണെന്ന് പറയാം. ജനുവരി 11 മുതൽ 17 വരെയുള്ള ഈ 7 ദിവസം കേവലം വർഷത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന വലിയൊരു ഊർജ്ജമാറ്റത്തിന്റെ തുടക്കമായി കാണണം. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ സവിശേഷത ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കുള്ള ഗ്രഹങ്ങളുടെ കൂട്ടമായ പാലായനമാണ്. 2026 ജനുവരിയുടെ തുടക്കത്തിൽ ധനുരാശിയിൽ കേന്ദ്രീകരിച്ചിരുന്ന സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ 4 പ്രധാന ഗ്രഹങ്ങൾ ഈ ആഴ്ചയുടെ മകരം രാശിയിൽ സംഗമിക്കുന്നു. ഇതൊരു ചതുർഗ്രഹ യോഗമാണ്. ശനിയുടെ സ്വന്തം ക്ഷേത്രമായ മകരത്തിൽ ഇത്രയധികം ഗ്രഹങ്ങൾ ഒത്തുചേരുമ്പോൾ പ്രപഞ്ചത്തിൽ അച്ചടക്കം, കഠിനാധ്വാനം, പ്രായോഗിക ബുദ്ധി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ജനുവരി 12 ശുക്രൻ മകരത്തിലേക്ക് മാറുന്നു. പിന്നാലെ 14 സൂര്യനും 16 ചൊവ്വയും ബുധനും ഈ രാശിയിൽ ഒത്തുചേരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനുവരി 14 സൂര്യന്റെ സംക്രമണമാണ്. പല പഞ്ചാംഗങ്ങളും പരിശോധിച്ചാൽ വ്യക്തമാകുന്നതനുസരിച്ച് 2026 ജനുവരി 14 ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 3:13 സൂര്യൻ മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്നാണ്. ഈ നിമിഷമാണ് ഉത്തരായനത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ഇത് ദേവന്മാരുടെ പകൽക്കാലമായി കരുതപ്പെടുന്നു. ഇതൊരു മഹാപുണ്യകാലമായിട്ടാണ് കണക്കാക്കുന്നത്. ശബരിമല മകരവിളക്ക് ദർശനം ജനുവരി 14 വൈകുന്നേരത്താണ്. ഈ ഗ്രഹസംഗമത്തിൽ മറ്റൊരു സങ്കീർണത കൂടിയുണ്ട്. മിക്ക ഗ്രഹങ്ങളും സൂര്യനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ മൗഢ്യം അനുഭവിക്കാറുണ്ട്. ജനുവരി മാസം മുഴുവൻ സൂര്യൻ ചൊവ്വയെയും ബുധനെയും ശുക്രനെയും ദഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ മൗഢ്യത്തിലാക്കുന്നു. ഇതിന്റെ അർത്ഥം ഗ്രഹങ്ങളുടെ സ്വാഭാവികമായ ശുഭഫലങ്ങൾ നൽകാനുള്ള ശേഷി താൽക്കാലികമായി കുറയുന്നുവെന്നാണ്. ചൊവ്വ മകരത്തിൽ ഉച്ചസ്ഥിതിയിൽ എത്തുമ്പോഴും സൂര്യന്റെ സാമീപ്യം കാരണം അതിന്റെ പൂർണ്ണ ശക്തി ലഭിക്കാൻ ഫെബ്രുവരി വരെ കാത്തിരിക്കേണ്ടി വരും. ശുക്രൻ മൗഢ്യത്തിലാകുന്നത് പ്രണയബന്ധങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും ചില അസ്വസ്ഥതകളും ഉണ്ടാക്കും. മേടൻ രാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ ഊർജത്തിന്റെ വരമാണ്. 10ാം ഭാവത്തിൽ 4 ഗ്രഹങ്ങൾ നിൽക്കുന്നത് തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പക്ഷെ ചൊവ്വ അവരുടെ രാശിനാഥനായതുകൊണ്ട് മൗഢ്യത്തിലാകുന്നത് ബാധിക്കുകയുമില്ല. അവർക്ക് ശാരീരികമായ തളർച്ച, ആത്മവിശ്വാസക്കുറവോ ഒക്കെ തോന്നാം. എന്നാൽ 10ാം ഭാവത്തിലെ സൂര്യനും ബുധനും പുതിയ ഉത്തരവാദിത്തങ്ങളും അധികാരവും നൽകും. തൊഴിലിൽ പുതിയ ഉത്തരവാദിത്തങ്ങളും സ്ഥാനക്കയറ്റത്തിനും സാധ്യത വരും. സാമ്പത്തികമായി സ്ഥിരതയുള്ള വരുമാനം, എന്നാൽ അപ്രതീക്ഷിത ചിലവുകളും ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായി യോഗ, വ്യായാമം എന്നിവ ആരോഗ്യം സംരക്ഷിക്കാൻ ഉപയോഗിക്കുക. കുടുംബപരമായി ബന്ധുക്കളുമായി ആലോചിച്ച് പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം വരുന്നതായിരിക്കും. ഇടവൻ രാശിക്കാരുടെ നാഥനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുകയാണ്. ഇതവർക്ക് ഗുണകരമാകുമെന്ന് നോക്കുമ്പോൾ തീർച്ചയായും ഇടവക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലമാണെങ്കിലും 9ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ഭാഗ്യം കൊണ്ടുവരും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയിക്കാൻ സാധ്യതയുള്ള കാലം കൂടിയാണ്. മിഥുനൻ രാശിക്കാർക്ക് 8ാം ഭാവത്തിലാണ് ഈ ഗ്രഹസംഗമം നടക്കുന്നത്. അതിനാൽ ഇവർക്ക് ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രത വേണം. 8ാം ഭാവം തടസ്സങ്ങളുടെ ഭാവമാണ്. അനാവശ്യ തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നതാണ് പ്രധാനം. പങ്കാളികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോപണങ്ങൾ കേൾക്കാനുള്ള ഇടയുമുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാറ്റം ലഭിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. കർക്കിടകൻ രാശിക്കാർക്ക് 7ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ബിസിനസ്സിലും ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിലും സ്വാധീനം ചെലുത്തും. അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഈ സമയം അനുയോജ്യമാണോ എന്നതുള്ളതും ഗുരുജനങ്ങളുടെ അനുഗ്രഹത്തോടെ പുതിയ കാര്യങ്ങൾ തുടങ്ങാമെന്നുള്ളതുമാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമാകും. എങ്കിലും സാമ്പത്തികമായ ചിലവുകൾ വർദ്ധിക്കുന്നത് നിയന്ത്രിക്കേണ്ടി വരും. യാത്രകൾ ഉദ്ദേശിച്ചതുപോലെ പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. ചിങ്ങൻ രാശിക്കാർക്ക് 6ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ശത്രുജയം നൽകും. സൂര്യൻ അവരുടെ രാശിനാഥനായതിനാൽ മകരത്തിലേക്കുള്ള മാറ്റം അവർക്ക് അധികാരവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. തൊഴിൽ മേഖലയിൽ ഇവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കേണ്ടതുമാണ്. തൊഴിൽപരമായ അംഗീകാരങ്ങളും നേതൃസ്ഥാനവും ഇവർക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത്. എന്നാൽ മൗഢ്യത്തിലുള്ള ശുക്രൻ പ്രണയബന്ധങ്ങളിൽ ചെറിയ തടസ്സങ്ങളും ഉണ്ടാക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കന്നിരാശിക്കാർക്ക് 5ാം ഭാവത്തിലാണ് ഗ്രഹങ്ങൾ വരുന്നത്. ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും സാധിക്കും. ബിസിനസ്സിലും പ്രൊഫഷണൽ രംഗത്തും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കുന്നത് ഇവർക്ക് വലിയതായി ഗുണം ചെയ്യുകയും ചെയ്യും. എന്നാൽ പ്രണയകാര്യങ്ങളിൽ സത്യസന്ധത പാലിക്കേണ്ടതാണ്. തുലാം രാശിക്കാർക്ക് 4ാം ഭാവത്തിലെ ഗ്രഹസംഗമം വീട്ടിലും വാഹനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടയാക്കും.
കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമോ അതോ അസ്വസ്ഥതകളാണോ കാത്തിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. എങ്കിലും സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുന്നത് നല്ലതാണ്. വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. മാതാവിന്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധയും വേണ്ടിവരും. വൃശ്ചിക രാശിക്കാർക്ക് 3-ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ധൈര്യവും ആത്മവിശ്വാസവും നൽകും. അവരുടെ നാഥനായ ചൊവ്വ ഉച്ചസ്ഥിതിയിൽ എത്തുന്നത് വലിയ കാര്യമാണ്. ചൊവ്വ മൗഢ്യത്തിലാണെങ്കിലും നേട്ടമുണ്ടാകാനാണ് സാധ്യത. ശത്രുക്കളിൽ മേൽ വിജയം കൈവരിക്കാനും സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കാനും ഈ സമയം സഹായിക്കും. വിദേശകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച പുരോഗതിയും ഉണ്ടാകും. എന്നാൽ കോപം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ധനുരാശിക്കാർക്ക് 2-ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ധനപരമായി നേട്ടമുണ്ടാക്കും. അവരുടെ രാശിയിൽ നിന്ന് ഗ്രഹങ്ങൾ മാറുന്നത് മനസ്സിന് ആശ്വാസം നൽകും. 2-ാം ഭാവം സംസാരത്തിൻ്റേത് കൂടിയായതിനാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. സാമ്പത്തികമായി പുതിയ സ്രോതസ്സുകൾ തെളിയും. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും സാധിക്കും. മകരൻ രാശിക്ക് ഇത് മാറ്റങ്ങളുടെ വാരമാണ്. ജന്മരാശിയിൽ 4 ഗ്രഹങ്ങൾ ഒത്തുചേരുന്നു. ഇത്രയും ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്നത് കൂടുതൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാനും ഇടയുണ്ടാകും. പ്രത്യേകിച്ചും ജനുവരി 18 അമാവാസിക്ക് മുൻപുള്ള ദിവസങ്ങൾ തിരക്കും പിരിമുറുക്കങ്ങളും നിറഞ്ഞതാകും. എങ്കിലും തൊഴിൽ രംഗത്തവർക്ക് തിളങ്ങാൻ സാധിക്കും. പുതിയ അവസരങ്ങളും തേടിയെത്തുന്നതാണ്. കുംഭൻ രാശിക്കാർക്ക് 12-ാം ഭാവത്തിലാണ് ഗ്രഹങ്ങൾ വരുന്നത്. ഇത് വിദേശയാത്രകൾക്കും വലിയ ചിലവുകൾക്കും കാരണമാകും. പുതിയ പങ്കാളിയെ കണ്ടെത്താനും പഴയ ബന്ധങ്ങൾ പുതുക്കാനും ഈ സമയം അനുകൂലമായി പറയുന്നു. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണം ആവശ്യമാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മീനൻ രാശിക്ക് 11-ാം ഭാവത്തിലെ ഗ്രഹസംഗമം വലിയ ലാഭങ്ങൾ നൽകും. കരിയറിൽ വലിയ പ്രതീക്ഷയുണ്ടാകും. പ്രൊഫഷണൽ രംഗത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിൽ എത്താനും ഈ സമയം സഹായിക്കും. വരുമാനം വർദ്ധിക്കും. മുതിർന്നവരുടെ ഉപദേശം വലിയ മുതൽക്കൂട്ടാകുകയും ചെയ്യും. ഗണപതി ഹോമം ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഒരു കൂട്ടു ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. സൂര്യ നമസ്കാരം മകരസംക്രാന്തി ദിനത്തിൽ, അതായത് ജനുവരി 14 സൂര്യോദയ സമയത്ത് അർഘ്യം അർപ്പിക്കുകയും സൂര്യമന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുന്നത് മകര മാസത്തിൽ അതീവ ഫലപ്രാധാന്യമുള്ളതാണ്. ദാനധർമ്മങ്ങൾ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക. മകരം കുംഭൻ രാശിക്കാർ, നിങ്ങൾ ശനിയുടെ 7.5 ശനി അല്ലെങ്കിൽ കണ്ടകശനി കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ശാസ്താക്ഷേത്രങ്ങളിൽ എള്ളുപായസം വഴിപാടായി സമർപ്പിക്കുക. മേടം വൃശ്ചികൻ രാശിക്കാർ ചൊവ്വ മൗഢ്യത്തിലുള്ളതിനാൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുക. കർക്കിടകൻ രാശിക്കാർ ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നത് മനസമാധാനത്തിന് ഉത്തമമാണ്. മീനം മിഥുനൻ രാശിക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നത് ഗുണകരമാണ്.